വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്താലോ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അതിനായി ഞാനിവിടെ ഒരു 5-8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ അരികുവശങ്ങളെല്ലാം കളഞ്ഞ് നമുക്കിവയെ കോർണറായി കട്ട് ചെയ്ത് എടുത്തു വയ്ക്കാം. ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബട്ടർ, പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ 3 മുട്ടകൾ പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഒരു നുള്ള് ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചു വേണമെങ്കിലും ചേർക്കാം. ഇനി പാല് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ പാല് ചേർത്തിട്ടില്ല. വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഒക്കെ ഒന്ന് മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് ഈ പഞ്ചസാരയും മുട്ടയും നന്നായി ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം അവയൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാനെല്ലാം അടുപ്പത്ത് ചൂടാക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്പം ബട്ടർ ഞാനിവിടെ ചേർത്ത് പാനിൻ്റെ എല്ലാ വശത്തേക്കും ബട്ടർ പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാനിൻ്റെ എല്ലാ വശവും ബട്ടർ ആയിട്ടുണ്ട്. നമ്മളിവ വളരെ ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും. ഇനി നമ്മൾ തയ്യാറാക്കിയ കൂട്ടിലേക്ക് ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്യുക, മുക്കുക. മുട്ട ഇതുപോലെ എല്ലാ വശവും നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ടിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഈ ചൂടാക്കിയ ബട്ടർ പുരട്ടിയ പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ പീസും ഇതുപോലെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ ബ്രെഡും വെച്ചതിന് ശേഷം വേഗം തന്നെ നമ്മൾ ഇവയെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതാൽ ഒരുവിധം എല്ലാ ബ്രെഡിൻ്റെ പീസുകളും ഇതുപോലെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വശം നന്നായി ചൂടായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇവയെ ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി ഇവയെല്ലാം. ഇതെല്ലാം കുട്ടികൾക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് ടിഫിൻ ബോക്സിലായാലും കൊടുത്തയക്കാവുന്നതാണ്. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡും ഒരു വശം റെഡി ആയിട്ടുണ്ട്. അവയെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.